അപ്പൊ രാവിലെ തന്നെ ഷാനവാസിന്റെ ആതിരയുടെ വായിരിക്കുന്ന ഫുള്ള് അനീഷ് കേട്ടിരിക്കുകയാണ്. അനീഷ് അങ്ങ് തീർന്നു പോയി. കാരണം ഇന്ന് അനീഷിന്റെ ഡാൻസും ഇല്ല, സുപ്രഭാതവും ഇല്ല. ഇന്നും പോരാനായിട്ട് ഡാൻസ് മാരത്തിന്റെ സെക്കൻഡ് ടാസ്ക് ആയിരുന്നു. പക്ഷെ ബിഗ് ബോസ് ഒരു പണിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീക്ക്ലി ടാസ്ക് ആയിട്ട്, എൻഡ്യൂറൻസ് ടാസ്ക് ആയിട്ട് ഒരു പണിയും കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു എൻഡ്യൂറൻസ് ടാസ്ക് ആണോ? എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എൻഡ്യൂറൻസ് ടാസ്ക് എന്ന് പറയുമ്പോൾ അത് 24 മണിക്കൂർ നീണ്ടുന്ന ടാസ്ക് അല്ലേ. ഇതെന്താണ് ഇന്ന് നടന്നത്? ആൻഡ് അതുപോലെ തന്നെ കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. സോ എന്താണ് ഇന്നത്തെ എപ്പിസോഡിന്റെ കണ്ടന്റ് നമുക്ക് റിവ്യൂ ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. രാവിലെ തന്നെ PR കത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യവുമില്ല. ഈ ആദിലെ നൂറ് ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു. അപ്പൊ രാവിലെ നേരത്തെ എഴുന്നേച്ച് പുറത്തു വന്നിരിക്കുക. പക്ഷെ അനീഷ് നേരത്തെ എണീച്ച് പുറത്തു വന്നിരിക്കുക. അപ്പം ആദിലയോട് നൂറയോട് പറയുന്നുണ്ട്, അനീഷ് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് ചൊറിഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ എഴുന്നേക്കാനൊക്കെ അറിയാം. അപ്പൊ ഇത്രയും നാള് നിങ്ങൾ ഇവിടെ അഭിനയിക്കുകയായിരുന്നു എന്നങ്ങ് പറഞ്ഞു തുടങ്ങി. പിന്നെ അത് അങ്ങ് കശപിശയായി തുടങ്ങി. അതായത് അനീഷ് തന്നെയാണ് തുടങ്ങി വെച്ചത്. അത് മൂപ്പിച്ച് പക്ഷെ എല്ലാ കണ്ടന്റും കാണിച്ചിട്ടില്ല. അതായത് ലൈവ് കണ്ടവർക്ക് അറിയാം, എല്ലാ കണ്ടന്റും കാണിച്ചിട്ടില്ല. കാരണം ഇതിനിടയ്ക്ക് അനിമോളുടെ പേര് ഇടയ്ക്ക് കയറി വന്ന കണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഈ സമയത്ത് ഇത്രയും നാൾ നിങ്ങൾ അഭിനയിക്കുകയാണെന്ന് അനീഷ് ആദിലയോട് നൂറയോട് ഒക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇത്ര നാൾ നേരത്തെ എഴുന്നേക്കാത്ത എന്താന്നൊക്കെ ചോദിച്ച് അവിടെ അനീഷ് തുടങ്ങി വെക്കുകയാണ്. എന്ത് എന്താണ് PR കൊടുത്തതിന്റെ കാര്യമൊക്കെ അനീഷ് PR കൊടുത്തിട്ടാണ് കയറുന്നൊക്കെ ആദില ചൊറിഞ്ഞു വെച്ച് അങ്ങ് കൊടുത്തു. എന്നിട്ട് അനീഷ് പറയാണ്, എനിക്ക് PR എന്താണെന്ന് അറിയില്ല. ഞാൻ അവിടെ ഒരു കൊളാബ് ചെയ്താൽ നിങ്ങൾ ഇടുന്ന ഡ്രസ്സും നിങ്ങൾ ഇടുന്ന മേക്കപ്പും എല്ലാം കൊളാബറേഷൻ അല്ലേ, സ്വന്തമായിട്ട് വാങ്ങിയതല്ലോ എന്നും പറഞ്ഞ് അനീഷ് അവിടെ ആദിലയ്ക്ക് നൂറയ്ക്ക് ഇവിടെ ഉള്ള എല്ലാവർക്കും കൊളാബറേഷനിലൂടെയാണ് ഡ്രസ്സും മേക്കപ്പ് ഐറ്റംസും എല്ലാം കിട്ടുന്നത്. അപ്പൊ അതിലിടയ്ക്ക് പറഞ്ഞാൽ ഞാൻ ഇടുന്ന ചട്ടി വരെ കൊളാബറേഷൻ ആണെന്ന് ആദില പറയുന്നുണ്ട്. അല്ല അനീഷ്, എനിക്ക് അറിയാൻ പറഞ്ഞാണ് ചോദിക്കുകയാണ്, ഈ കൊളാബറേഷൻ എന്താണ് കുഴപ്പം? അത് PR വർക്ക് അല്ല, അത് വേറെ, ഇത് വേറെ, അത് വേറെ. PR വർക്ക് വേറെ, കൊളാബറേഷൻ വേറെ. അതായത് PR വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാവുന്ന, നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യം ഒരു പെയ്ഡ് പ്രൊമോഷൻ കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഈ PR വർക്ക് എന്ന് പറയുന്നത്. പക്ഷെ കൊളാബറേഷൻ വേറെയാണ്. അതായത് നമുക്ക് ഒരു ഇത് സ്പോൺസർ ചെയ്യാണ്. അതായത് നമുക്ക് കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ സപ്പോസ് എനിക്കൊരു പ്രോഡക്റ്റ് എന്നെ ആളെ സമീപിക്കുകയാണ്, ഈ പ്രോഡക്റ്റ് ഒന്ന് കൊളാബറേഷൻ ചെയ്തു തരണം, ഒരു ഡ്രസ് മെറ്റീരിയൽ തരാണ്, ഒരു നല്ല ഔട്ട്ഫിറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ പറയില്ലേ. അതുപോലെ തന്നെ ഞാൻ അത് ഇട്ട് നിങ്ങളെ മുമ്പിൽ വന്ന് വീഡിയോ ചെയ്യില്ലേ. അപ്പൊ അതാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കൊളാബറേഷൻ എന്താണ് കുഴപ്പം? ഇടുന്ന കോസ്മെറ്റിക്സ് ആയാലും, ഇടുന്ന മേക്കപ്പ് ഐറ്റംസ് ആയാലും, ഇടുന്ന ഡ്രസ്സ് ആയാലും, ആ കൊളാബറേഷൻ എന്താണ് കുഴപ്പം? അത് അനീഷിന്റെ മണ്ടത്തരം തന്നെയാണ്. അനീഷ് അവിടെ വെറുതെ പറഞ്ഞുണ്ടാക്കിയ ഒരു മണ്ടത്തരം, പറഞ്ഞ് ജയിക്കാൻ വേണ്ടി ഇട്ട ഒരു മണ്ടത്തരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. കാരണം അങ്ങനെ എത്രയോ പേര് അനിമോളുടെ ഡ്രസ്സ് കൊളാബറേഷൻ ആണ് ഉള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടന്റെ ഡ്രസ്സ് കൊളാബറേഷൻ അല്ലേ. ആ ഹോസ്റ്റിന് ഇടുന്ന ഡ്രസ്സ് എല്ലാം ഓരോ ആൾക്കാർ സ്റ്റിച്ച് ചെയ്ത് വിടുന്നതാ. ഓരോരോ ഡിസൈനേഴ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാ. അതുവരെ കൊളാബറേഷൻ അല്ലേ. അനീഷ് അവിടെ പറഞ്ഞ വെറും മണ്ടത്തരമായിട്ടുള്ള കാര്യം. കൊളാബറേഷൻ എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമല്ല, ഒരിക്കലും അതൊരു മോശപ്പെട്ട കാര്യമല്ല. അത് നമുക്ക് ഓരോ സ്പോൺസേഴ്സ് നമുക്ക് അയച്ചു തരുന്നതാ. അവിടെ വെച്ച അനീഷിന് പാളിപ്പോയി. എന്നിട്ട് ഇത് വെച്ചിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഷാനവാസ് വരുമ്പോഴത്തെ റിപ്പീറ്റ് ചെയ്ത് ഷാനവാസിന്. അപ്പൊ ആദില പറയുന്നുണ്ട് ഇയാൾ ഇവിടെ കൊളാബറേഷൻ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആദില കാര്യം പറയുന്നുണ്ട്. അപ്പം അനീഷ് പിന്നെ നിങ്ങൾ ഇടുന്ന ഈ ഉടുപ്പും എല്ലാം കൊളാബറേഷൻ ആണ്, എനിക്കൊരു കൊളാബറേഷനും ഇല്ല, എനിക്ക് PR വർക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് സത്യം പറഞ്ഞാൽ സംഭവം ഈ എപ്പിസോഡ് തീരുന്നത്. പക്ഷെ അതല്ല ഇവരെ വഴക്ക് മൂർച്ഛിക്കുന്നുണ്ട്. ഇനി BB+ കാണിക്കുന്നു പറഞ്ഞുവിടാ, വഴക്ക് മൂർച്ഛിക്കുന്നുണ്ട്. അപ്പം ഇവര് ഷാനവാസ് ആണെങ്കിൽ അനിമോളുടെ പേരെടുത്ത് ഇടുന്നുണ്ട്. അതായത് നീ കാരണം നീ ഇവിടെ ആർമി ഗ്രൂപ്പും ഫാൻ ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവനം നശിപ്പിക്കുകയാണ്. അനിമോളുടെ അമ്മ വന്ന് ഇവിടെ കരഞ്ഞു. അനിമോളുടെ അമ്മ എപ്പോഴാണ് ഈ കാര്യമൊക്കെ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. അതായത് പുറത്ത് ഇവരുടെ ഫാമിലി, അനിമോളുടെ ഫാമിലി വന്നിട്ട് അനീഷിന്റെ PR ആർമി ഗ്രൂപ്പിനെതിരെ
ആനടിച്ചൊരു സ്റ്റേറ്റ്മെന്റ്, അത് കറക്റ്റ് തത്ത പറയും പോലെ ഇത് പറയാ ഷാനവാസ്. ഇത് ഷാനവാസ് എങ്ങനെ പറഞ്ഞു? ഇത് അനുമോളുടെ കസിനോ അനുമോളുടെ അമ്മയോ പറഞ്ഞു, ഞാൻ കേട്ടില്ല കേട്ടോ. കാരണം ഇത് കറക്റ്റ് അതേ കാര്യം. ആർമി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇത്രയും ആ അനുമോൾക്കെതിരായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുക, ആ അമ്മ വന്ന് ഇവിടുന്ന് കരയാണ്. ഇതൊക്കെ എപ്പം നടന്നു ശരിക്കും? അത് പുറത്താ അതേ കാര്യം ഷാനവാസ് കൃത്യമായിട്ട് എങ്ങനെ അറിഞ്ഞു? അനുമോളുടെ അമ്മയും കസിനെന്തോ പറയാതിത് അറിയില്ല, അല്ലാതെ ഷാനവാസ് എങ്ങനെ അറിയാനാ? അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഷാനവാസ് എടുത്ത് പറഞ്ഞു. അപ്പൊ അനീഷ് മിണ്ടാതിരിക്കുന്നുണ്ട്. അനീഷ് ഒരു വക മിണ്ടുന്നില്ല ആ സമയത്തൊക്കെ. അത് നമ്മൾ വീഡിയോ കണ്ടതാണ്, റീൽസും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ആൻഡ് അനീഷിന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണെന്നൊക്കെ ആദിൽ അവിടെ പറയുന്നുണ്ട്. അത്രയ്ക്ക് എന്താണ് കണ്ടന്റിന് വേണ്ടി ഒന്നും സമ്മതിച്ചു തരാത്ത കള്ളൻ എന്നൊക്കെ ആദിലെ ഷാനവാസ് വിളിക്കുന്നുണ്ട്. എന്തും കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കുന്ന കള്ളൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഷാനവാസ്. ഇതിനുശേഷം വേക്കപ്പ് സോങ് വന്നത് നമ്മുടെ 14-ാം രാവിന്റെ ആ പാട്ടാണ്, ഷാർജ ടു ഷാർജ ഫിലിമിലെ. ഈ സമയത്ത് അനീഷ് എല്ലാരും കൂടെ ഡാൻസ് കളിക്കുമ്പോൾ അനീഷ് ഇങ്ങനെ ഒരു നിപ്പാണ്, ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ സ്ക്രീൻ സ്പേസ് ആണ് കേട്ടോ, സ്ക്രീൻ സ്പേസിന്റെ കാര്യമാണ്. അങ്ങനെ ഒരു നിപ്പാണ് അനീഷ്. സുപ്രഭാതവും ഇല്ല, ഒന്നുമില്ല. സ്ക്രീൻ സ്പേസ്. അനീഷ് സുപ്രഭാതം പറഞ്ഞില്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് കിട്ടുമെന്ന് അറിയാം, അനീഷിനെ അറിയാം. അതാണ് സംഭവം. അനുമോള് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കൂലേ, സെയിം കണ്ടന്റ്. ആൻഡ് ഇതിനു ശേഷം രാവിലത്തെ കാര്യം തന്നെ ഷാനവാസ് എല്ലാവരോടും പറയുന്നുണ്ട്. അനീഷു ലക്ഷ്മിയോട് പറയുന്നുണ്ട് എനിക്ക് PR എന്താണെന്ന് അറിയില്ലെന്ന് പറയുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ ഡൈനിങ്ങിലെ ക്യാമറയുടെ അടുത്ത് പോയിട്ട് എനിക്ക് സത്യമായിട്ട് ബിഗ് ബോസ് PR എന്താണെന്ന് അറിയില്ല, എനിക്കറിയില്ല, അത് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ PR കൊടുത്തിട്ടില്ല. ഇതിനെ പറ്റിയിട്ട് ഒരു ബിഗ് ബോസ് ഒരു അന്വേഷണം നടക്കണം. ബിഗ് ബോസിന് തലയിലെടുത്തല്ലേ, ബിഗ് ബോസിന്റെ ടീമിന് തലയിലെടുത്തല്ലേ ഇയാളെ PR പറ്റി അന്വേഷിക്കാൻ? ബിഗ് ബോസിന് വേറെ പണിയില്ലേ? ബിഗ് ബോസിന് ഇവിടത്തെ കാര്യം നോക്കാൻ വരെ വയ്യ, പിന്നെയല്ലേ വയ്യ വരെ പുറത്തെ കാര്യങ്ങള്. ബിഗ് ബോസ് അന്വേഷിച്ചിട്ട് പറയണം. അപ്പൊ ഷാനവാസ് ഇടയ്ക്ക് കയറി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇവൻ പഠിച്ച കള്ളനാണ്, ഇവൻ മാനിപ്പുലേറ്റർ ആണ്, ഇവൻ കാര്യങ്ങൾ വളച്ചൊടിപ്പിച്ച് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ഇടയ്ക്ക് കയറി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ രാവിലെ തന്നെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി നടന്ന് മിന്നിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഫാമിലീസ് ഇതിനിടയ്ക്ക് അനീഷ് പറയുന്നുണ്ട്, ഫാമിലീസ് വന്നതിന് ശേഷമാണ് ഈ വീട്ടിലുള്ളവർക്ക് തന്നോടുള്ള അനീഷിനോടുള്ള മനോഭാവത്തിന് മാറ്റമൊന്നും. അതായത് ഫാമിലീസ് വന്നതിന് ശേഷമാണ് അനീഷിനോടുള്ള മനോഭാവത്തിന് മാറ്റം എന്നാണ് ഇവർ പറയുന്നത്. എന്താണെന്ന് അറിയില്ല. കാരണം അങ്ങനെ ഒരു മാറ്റം ആർക്കും ഒരു മാറ്റമുണ്ട്. എല്ലാ ഫാമിലീസ് വന്നതിന് ശേഷം ഓരോരുത്തർക്കായിട്ട് മാറ്റമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അനീഷിനോട് മാത്രമായിട്ടൊരു മനോഭാവത്തിന് മാറ്റം ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം അവിടെ എല്ലാവരും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം നന്നായിട്ട് തന്നെ എല്ലാവരും ഗെയിം കളിക്കുന്നുണ്ട്. ആക്ച്വലി അവിടെ ഒരു മനോഭാവത്തിന്റെ ഒരു മാറ്റവും അവിടെ വന്നിട്ടില്ല. ഇത് ചുമ്മാ അനീഷ് ഓരോ കാര്യങ്ങൾ വളച്ചൊടിച്ച്, സ്ക്രീൻ സ്പേസ് വേണമല്ലോ, സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് കണ്ടന്റ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിച്ച് മാറ്റി അനീഷ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് ശേഷം എല്ലാവരും ടാസ്കിന് വേണ്ടി റെഡി ആവുകയാണ്. ടാസ്കിന് വേണ്ടി റെഡി ആയതിനു ശേഷം ബിഗ് ബോസ് ടാസ്ക് ലെറ്റർ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ബിഗ് ബോസ് ടാസ്ക് ലെറ്ററിൽ ട്വിസ്റ്റ് വരുത്തി. ഇവര് അതേ ഇട്ടിരിക്കുന്ന വേഷത്തിൽ തന്നെ ഒരു ട്വിസ്റ്റ് വരുത്തി. അതായത് ബാത്റൂം, വെള്ളം, ഗ്യാസ് ഇതെല്ലാം ബിഗ് ബോസ് ക്ലോസ് ചെയ്തു, റദ്ദാക്കി കളഞ്ഞു. ആൻഡ് ഇത് സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മളെ തമിഴ് ബിഗ് ബോസ് സീസൺ 8 കഴിഞ്ഞ സീസണിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഫാക്ടറി ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് ഫാക്ടറി വർക്കേഴ്സ് ആയിട്ട് കുറച്ച് പേര്, നമ്മുടെ മുതലാളിമാരായിട്ട് കുറച്ച് പേര്. അപ്പൊ ഫാക്ടറി വർക്കേഴ്സിന്റെ ജോലി എന്താന്ന് വെച്ചാൽ, വീടിനകത്തേക്ക് ഗ്യാസ് കണക്ഷൻ, വെള്ളത്തിന്റെ കണക്ഷൻ, കുടിവെള്ളത്തിന്റെ, ബാത്റൂമിന്റെ കണക്ഷൻ, ഇതെല്ലാത്തിനും വേണ്ടിയിട്ട് 3 സൈക്കിൾ വെച്ചിട്ടുണ്ട്. ഈ സൈക്കിൾ ചവിട്ടുക. ഈ സൈക്കിൾ ചവിട്ടുമ്പോൾ മാത്രമേ ഇത് അവർക്ക് കിട്ടൂ. ഇതാണ് തൊഴിലാളികളുടെ ജോലി. അപ്പൊ ഇതിന് മുതലാളിമാരുടെ സ്വഭാവം എടുക്കുക. ഇതാണ് സംഭവം. അപ്പം അത് നല്ലൊരു ടാസ്ക് ആയിരുന്നു. ഇത് നല്ലൊരു പക്ക എൻഡ്യൂറൻസ് ടാസ്ക് ആയിരുന്നു കേട്ടോ. അത് സെയിം കണ്ടന്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് ഇവര് സൈക്കിൾ ചവിട്ടിയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഇവർക്ക് ഗ്യാസിന്റെ കണക്ഷൻ, വെള്ളം ഇതെല്ലാം കിട്ടുള്ളൂ. വെള്ളം, ബാത്റൂം എല്ലാം ഇവർക്ക് അലൗഡ് ആവുള്ളൂ. ഇത് ഇവര് യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് വേണം. അതായത് നമ്മുടെ സൈക്കിൾ ചവിട്ടണം. സൈക്കിൾ ചവിട്ടിയാൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ ഇതിനിടയ്ക്ക് സൈക്കിൾ ചവിട്ടുമ്പോൾ തന്നെ പാട്ട് കേൾക്കും, ഇവർ കയറി ഡാൻസ് കളിക്കാം. അപ്പൊ ഡാൻസ് കളിക്കാൻ ബാക്കിയുള്ളവരൊക്കെ ഇതിനിടയ്ക്ക് കയറി ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ആ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ഇവര് സൈക്കിൾ ചവിട്ടുമ്പോൾ തന്നെ അനിമോളുടെ ഡാൻസ് ആണ്, അനിമോളുടെ പാട്ട് ഇടുകയാണ്. അപ്പൊ അനിമോളുടെ ഡാൻസ് അവിടെ കഴിഞ്ഞു. ആൻഡ് ഇതിന് ശേഷം ഇതിനിടയ്ക്കാണ് അനിമോൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അനുമോൾ സൈക്കിൾ ചവിട്ടി കിട്ടുമ്പോൾ അനീഷ് വന്നിട്ട് ഇന്ററപ്റ്റ് ചെയ്യാണ്. അത് ശരിക്കും കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞത്. പക്ഷെ അനുമോൾക്ക് അത് മനസ്സിലാവുന്നത് ഈ അനുമോൾക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞോ കേട്ടോ. അനുമോൾക്ക് ഒരു വല്ലാത്തൊരു മാറ്റവും കാര്യങ്ങളും അനുമോൾക്കൊന്നും ബോധർ ചെയ്യുന്നില്ല. അനുമോൾ ഷോർട്ട് ടെമ്പേർഡ് ആവും. അങ്ങനെ അനുമോൾക്ക് വല്ലാത്തൊരു മാറ്റം ഉണ്ട് ഈ ആഴ്ച കേട്ടോ. അപ്പം അനുമോള് വന്നിട്ട് അനുമോള് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുക. അനുമോൾക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം സൈക്കിൾ നല്ല പൊക്കം, അനുമോൾക്ക് പൊക്കമില്ല. ആൻഡ് അപ്പൊ അനുമോൾക്ക് സൈക്കിൾ ചവിട്ടാൻ ചവിട്ടാൻ പറ്റില്ല. ഇങ്ങനെ കറങ്ങിക്കൊണ്ടൊക്കെ സൈക്കിൾ ചവിട്ടാം. ഇതിനിടയ്ക്ക് കയറിയിട്ട് അനീഷ് പറയി കയറിയിട്ട് അനുമോളെ ഇന്ററപ്റ്റ് ചെയ്യാണ്. അപ്പൊ ആദില പറയുന്നുണ്ട് നിങ്ങൾ മാറ് അവർ ചവിട്ടട്ടെ എന്ന് പറയുമ്പോൾ അനീഷ് മാറുന്നില്ല. അപ്പൊ അനുമോൾ ഇടയ്ക്ക് പറയുന്നത് അനുമോൾ ക്യാരക്ടർ പിടിച്ച് നിൽക്കുകയാണ്. ആ ടൈമിലൊക്കെ അനുമോൾ ക്യാരക്ടർ പിടിച്ച് നിൽക്കുകയാണ്. ഇയാളെ മാറണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട്. അപ്പൊ അനീഷ് അവിടെ മാറുന്നില്ല. മാക്സിമം അനുമോൾ ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം, അനുമോൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് വെസലിലെ വാഷ് ബേസിലെ വെള്ളമാണ്. അപ്പം അത് നിന്നു പോകുന്നു. അനുമോൾക്ക് വൃത്തി ചവിട്ടാൻ പറ്റുന്നില്ല. അപ്പം ഇതിൽ വെള്ളം വരുന്ന ആദ്യം ദേഷ്യപ്പെട്ട് പറഞ്ഞ അനീഷ് ഒന്നും മാറില്ല. അവസാനം അനീഷിന്റെ തൊപ്പി തട്ടിക്കളയാണ് ആദിലെ തട്ടിക്കളയാണ് അനീഷിന്റെ തൊപ്പി ക്യാപ്പ് എടുത്ത് കളയാണ്. എന്നിട്ട് സൈക്കിൾ നേരവണ്ണം അനുമോൾ ചവിട്ടുന്നില്ല. അത് അനുമോളുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് ആണ്. കാരണം സൈക്കിൾ നേരവണ്ണം ചവിട്ടിയാൽ മാത്രമേ അത് ഓടുള്ളൂ. അനുമോൾക്ക് പൊക്കത്തിനാല് ഏതുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. മാത്രമല്ല ഇന്ററപ്ഷൻ ഉണ്ടായിരുന്നു. ഇന്ററപ്ഷനിൽ അനുമോൾ വീണ് പോവുകയും ചെയ്തു. ഇതിന് ശേഷം എന്തോന്നാണ് പയ്യെ നെവിനോട് അക്ബർ വന്നിട്ട് പറയാണ് അത് അവിടെ ഇരുന്ന് ചവിട്ടട്ടെ. ആര് ചവിട്ടുന്ന ഷാനവാസാണ് കേട്ടോ. അവിടെ നിന്ന് ചവിട്ടട്ടെ, പയ്യെ പാത്രം കഴിയാതെ. ഇപ്പൊ ഇതിനിടയ്ക്ക് നെവിനാണെങ്കിൽ മാക്സിമം ഗെയിം കളി, അതായത് ഇവരെ കൊണ്ട് മാക്സിമം ചവിട്ടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കഴുകിയ പാത്രത്തിന്റെ പിന്നെയും നെവിൻ അവിടെ കിടന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം അവരെ കൂടെ പണിയെടുപ്പിക്കാൻ നോക്കുകയാണ്. ഇതിന് ശേഷം അക്ബറിന്റെ ഡാൻസ് വരെയാണ്. ഇതിനിടയ്ക്ക് നെവിൻ ഗ്യാസ് ചവിട്ടിട്ട് നെവിൻ തളർന്നുപോയിട്ട് നെവിൻ അവിടെ ഇടിച്ചു വീണു. അപ്പൊ ലക്ഷ്മി കയറി ചവിട്ടി. അപ്പൊ ഗ്യാസ് ഓണായി. ആ ഗ്യാസ് പെട്ടെന്നങ്ങ് നിന്നു. ഓണായ ഗ്യാസ് പെട്ടെന്നങ്ങ് നിന്നു. ഗ്യാസിന്റെ പവർ ഓണാണ്, സ്റ്റൗ ഓണാണ്. അപ്പൊ ഗ്യാസ് നിന്നു. ആൻഡ് ചവിട്ടത്തിന് ഗ്യാസ് വന്നു. അങ്ങനെ പിന്നെ ഓഫ് ചെയ്തത് ഓണാക്കി. അപ്പൊ നെവിന് ലക്ഷ്മി ഉപദേശം കൊടുക്കുന്നത് എപ്പോഴും പഞ്ചസാര കട്ട് തിന്നാൽ മാത്രമല്ല ഇടയ്ക്ക് എന്തെങ്കിലും പ്രോട്ടീൻ കാര്യങ്ങൾ കൂടെ കഴിക്കണമെന്ന് ലക്ഷ്മി അവിടെ നെവിനെ കളിയാക്കുന്നുണ്ട്. ആൻഡ് അക്ബറും അനുമോളും കൂടെ അക്ബർ ആണെങ്കിൽ ഇതിനു ശേഷം അനുമോൾ ചുമ്മാ അക്ബറിന് കണ്ടന്റിന് വേണ്ടി തോണ്ടാൻ പോയത്. അനുമോളിലെ പ്ലാച്ചി എടുത്ത് അക്ബർ എറിഞ്ഞത് നേരെ വീഴുന്നത് നെവിന്റെ പുറത്താണ്. നെവിന്റെ പുറത്ത് വീഴുന്നത് നെവിനെടുത്ത് നൂറയുടെ നേരത്തെ എറിയുന്നു. നൂറയാണെങ്കിൽ പാവാടക്കടിയിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു. ഇതിന്റെ അനുമോൾ അവിടെ പ്ലാച്ചിയെ തപ്പി പിടിച്ച് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആര്യന്റെ പാവാട പൊക്കി നോക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പം ഈ നൂറയുടെ പാവാട പൊക്കാൻ നോക്കുമ്പോൾ ആദില പറയുന്നുണ്ട് ആ പാവാട പൊക്കാൻ സ്വാമിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നൊക്കെ ആദില അവിടെ പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് പ്ലാച്ചി തിരിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആരാണ് നൂറ തിരിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ബിന്നിയുടെ ഡാൻസ് ആണ്. ബിന്നിയുടെ ഡാൻസിന് ശേഷം അക്ബർ ആര്യൻ അവിടെ കിടക്കുമ്പോൾ അക്ബർ ക്യാരക്ടറാണ് കിടക്കുന്നത്. എന്റെ കാര്യമാണ് വളരെ കഷ്ടം, ഞാൻ ഒരു സൂപ്പർ ഹീറോ, എനിക്ക് എന്റെ കാര്യം നോക്കണം, നാട്ടുകാരുടെ കാര്യം നോക്കുകയാണ്, എന്നെ മന്ത്രിമാരും MLA ഒക്കെ വിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബർ അവിടെ കിടന്ന് അക്ബറിൻ്റെതായിട്ടുള്ള സ്ക്രീൻ സ്പേസ്. ഇതിന് ശേഷം നമ്മുടെ അനീഷിന്റെ ഡാൻസ് ആണ്. പക്ഷെ അനീഷ് ഉള്ള കാര്യം പറയാല്ല, അനീഷ് അവിടെ ക്യാരക്ടർ പിടിച്ച് നിന്നതേ ഇല്ല. ശരിക്കും ഇതല്ല അനീഷിന്റെ ദിലീപ് ഏട്ടൻ ആ ഒരു സിനിമയിൽ കാണിച്ച ക്യാരക്ടർ ഇതേ അല്ല. ബാക്കിയുള്ളവരൊക്കെ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടുണ്ട്. ഷാനവാസ് ആയാലും അക്ബർ ആയാലും നെവിൻ ആയാലും ഒക്കെ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടുണ്ട്. നെവിൻ അത്ര ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. നെവിനും ഫീൽ ചെയ്തു. പക്ഷെ നെവിന്റെ ഡാൻസ് നല്ല ഡാൻസ് ആയിരുന്നു. നെവിൻ നന്നായിട്ട് ഡാൻസ് ചെയ്തു. ഇതിൽ അനുമോളെല്ലാം നന്നായിട്ട് ക്യാരക്ടർ പിടിച്ചു. സാബുമാനാണെങ്കിൽ പക്ക ഭൂതമായിട്ടാണ് സാബുമാൻ അവിടെ നിന്നത്. പിന്നെ ആദിലെ വലിയ ക്യാരക്ടർ പിടിച്ചില്ല. നൂറ് അദ്ദേഹത്തിന് ക്യാരക്ടർ പിടിച്ചു. ലക്ഷ്മി കുഴപ്പമില്ലായിരുന്നു. ചിലർക്ക് ചില മൈനസ് പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റൂല. ഏറ്റവും നന്നായിട്ട് ചെയ്തത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തത് ഒന്ന് ആര്യൻ അത് അസലായിട്ട് ആര്യൻ അത് ചെയ്തു. രണ്ടാമത് അനുമോൾ നല്ല അസലായിട്ട് ചെയ്തു. സാബുമാൻ കറക്റ്റ് ആ ഭൂതത്തിന്റെ ആ ഒരു ആക്ഷൻസും ഒക്കെ ആ സാബുമാൻ കറക്റ്റ് ആയിട്ട് അത് ചെയ്തു. സാബുമാൻ ഇങ്ങനത്തെ പെർഫോമൻസ് ടാസ്ക് കൊടുത്താലും സാബുമാനെ ഏക്കുള്ളൂ എന്ന് തോന്നുന്നു. പ്രതിമയായിട്ട് നിന്നിട്ടല്ലേ സാബുമാൻ എത്ര നാളും പിടിച്ചു നിന്നത്. അങ്ങനെ പെർഫോം ചെയ്യാനുള്ള ടാസ്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അതായത് എന്റർടൈൻഡ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ സാബുമാൻ കിടിലമാണ്. അപ്പൊ എനിക്ക് ഇത്രയും പേരാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തോട്ടുള്ളൂ, പറയാതിരിക്കാൻ പറ്റില്ല.
അങ്ങനെ അവിടെ അത് ഇവരുടെ ടോക്ക് കഴിഞ്ഞു. അതിനുശേഷം അനീഷിന്റെ ഡാൻസ് കഴിയുകയാണ്. അനീഷിന്റെ ഡാൻസ് കഴിഞ്ഞിട്ട് അടുത്ത ആദിലയുടെ ഡാൻസ് ആണ്. ആദില അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡാൻസ് കളിക്കുകയാണ്. ഇതിനുശേഷം നെവിന്റെ ഡാൻസ് ആണ്. നെവിന്റെ ഡാൻസ് എനിക്ക് ഇഷ്ടം, പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നെവിൻ അത്യാവശ്യം നന്നായിട്ട് ഡാൻസ് കളിച്ചു. എന്നിട്ട് ഇതിനുശേഷം ആര്യൻ കോസ്റ്റ്യൂമിൽ തന്നെ ആര്യൻ അവിടെ കിച്ചണില് ചപ്പാത്തി ഒഴിക്കാൻ പോവാണ്. ചപ്പാത്തി ഒഴിക്കാൻ പോകുമ്പോൾ ആരും കൈ കഴുകിയില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്മി അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ്. ഇതാണ് തുടക്കം. കിച്ചൺ കോൺഫ്ലിക്റ്റിന്റെ ഫസ്റ്റ് തുടക്കം ഇതാണ്. അങ്ങനെ ലക്ഷ്മിയെയും ആര്യൻ തമ്മിലൊരു വാക്കുകൾക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ആര്യൻ എന്ത് ചെയ്യണം, ആര്യൻ ചപ്പാത്തിയുടെ മാവെല്ലാം എടുത്തിട്ട് നിലത്തിരുന്ന് മാവ് കുഴയ്ക്കാണ്. നിലത്തിരുന്ന് മാവ് കുഴയ്ക്കുന്നത് ആദ്യമായിട്ടല്ല, നെവിനും നിലത്തിരുന്ന് മാവ് കുഴച്ചിട്ടുണ്ടല്ലോ നേരത്തെ. അപ്പൊ ആ സമയത്ത് തന്നെ ബസർ അടിക്കുകയാണ്. ബസർ അടിക്കുമ്പം ആര്യൻ അത് അവിടെ ഇട്ടിച്ച് വരെയാണ്. നമ്മുടെ എല്ലാവരും ലിവിംഗ് ഏരിയ വരുന്നുണ്ട്. അപ്പൊ കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞു. കോയിൻ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നില്ല, ബട്ട് കോയിൻ ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത് ആര്യനാണ്. അങ്ങനെ ആര്യന് സ്പെഷ്യൽ പവർ ഈ 10ാം ആഴ്ചയിൽ ഉണ്ടായിരിക്കും എന്ന് പറയാണ്. എന്നിട്ട് കുഴച്ച മാവ് നിലത്തിരിക്കുകയാണ്. അപ്പൊ അത് ഷാനവാസ് വന്നിട്ട് ലക്ഷ്മി വിളിച്ച് കാണിക്കുന്നുണ്ട്. കുഴച്ച മാവ് ഇവിടെ നിലത്തിരിക്കുകയാണ്, തുറന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ തുടക്കം. ഇവിടെ തൊട്ടാണ് അടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് വെസൽ ക്ലീനിങ്ങിന്റെ പേരിൽ ഒരു അടി അവിടെ നടക്കുകയാണ്. അത് ലക്ഷ്മി അവിടെ വന്നിട്ട് ബോസി ടൈപ്പിൽ വന്നിട്ട് പറയാണ്, അനീഷിനോട് പറയാണ് ഈ വെസൽ ഇതിനെ ക്ലീൻ ചെയ്തിട്ടെന്ന് പറയാം. അപ്പൊ വെസൽ ക്ലീൻ ചെയ്ത ക്യാപ്റ്റൻ എന്നോട് പറഞ്ഞില്ല. എങ്ങനെ ക്യാപ്റ്റൻ എന്നോട് പറഞ്ഞില്ല അനീഷ്. അങ്ങനെ അനീഷ് വെസൽ താൻ തന്നെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ് അനീഷ് വരികയാണ്. അനീഷിൽ നിന്ന് നല്ല വൃത്തി കിട്ടി കേട്ടോ, ഷാനവാസിന്റെ ആദിലേന്റെ കയ്യിൽ നിന്ന് നല്ല വൃത്തി കിട്ടി. ആദില പിന്നെയും പ്രവോക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അനീഷിനോട്. ആദിലയും നൂറയും കൂടെ പിന്നെ പ്രവോക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ വെസൽ ക്ലീനിങ്ങിന്റെ പേരിൽ അക്ബറും ലക്ഷ്മിയും തമ്മിൽ അവിടെ ഒരു വൺ ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇതിലേക്ക് ആദില ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഈ എന്താണ് ഇതിനിടയ്ക്ക് ലക്ഷ്മി പോയിട്ട് ആര്യനോട് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, എന്താണ് ഇങ്ങനെ തുറന്നിരിക്കുന്നതൊക്കെ ഇതിന് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അതായത് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ എന്ത് ചെയ്തു, ഷാനവാസ് അവിടെ ഇതിനിടയ്ക്ക് അവിടെ കയറി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതിൽ ലക്ഷ്മി ട്രിഗർ ആയിട്ട് അവിടെ ആര്യനും ലക്ഷ്മിയും തമ്മിലൊരു വൺ ഫൈറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ചപ്പാത്തി ഉടയ്ക്കുന്നതിന്റെ പേര് തന്നെ ചപ്പാത്തി മാവ് അങ്ങോട്ട് ഇടുന്നു, ചപ്പാത്തി മാവ് ഇങ്ങോട്ട് ഇടുന്നു, ചപ്പാത്തി മാവ് അവിടെ ഇടുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് അവിടെ ഒരു ഫൈറ്റ് തന്നെ അവിടെ ഉണ്ടാവുകയാണ്. ഇതിനുശേഷം അനിമോൾ പോയിട്ട് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്യാണ്. അനിമോൾ കൊടുത്ത കൊട, അനിമോൾ പ്രോപ്പർട്ടി ആയിട്ട് കൊടുത്ത കൊട അത് കാണാനില്ല, ആരോ എടുത്തു മാറ്റിന്ന് കംപ്ലൈന്റ് ചെയ്യാണ്. പക്ഷെ അത് അനിമോളുടെ തന്നെ മിസ്റ്റേക്ക് ആയിരുന്നു. അനിമോള് ഇതിനിടയ്ക്ക് മഴ പെയ്തു. 3:30 മണിയപ്പോ രാത്രി 6:30 മണിയുടെ ഒരു ക്ലൈമറ്റിൽ മഴ പെയ്യുകയാണ്. അപ്പൊ മഴ പെയ്യുമ്പം അങ്ങോട്ടിവിടെ പോയപ്പം അനിമോൾ അവിടെ മറന്നു വെച്ചു എന്നാണ് തോന്നുന്നത്. ഇവരെടുത്ത് മാറ്റിയതല്ല. അങ്ങനെ അത് കാണാനില്ല, അക്ബർ ആരും എടുത്ത് മാറ്റിയെന്നും പറഞ്ഞ് അനിമോൾ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യണം. അങ്ങനെ അനിമോൾ അത് ട്രിഗറായിട്ട് അക്ബറിനോട് അക്ബറിന്റെ നാരങ്ങയൊക്കെ എടുത്തിട്ട് അനിമോൾ അവിടെ അക്ബറിനെ ട്രിഗർ ചെയ്യുമ്പോൾ നോക്കുന്നത്. അക്ബർ പോയിട്ട് നാരങ്ങ പിടിച്ച് വാങ്ങിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം നാരങ്ങ വാങ്ങിച്ച് അക്ബറിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അക്ബർ ആരെയും കൂടെ വെളി ഇറങ്ങിപ്പോയപ്പോൾ ഈ കൊട എന്ത് ചെയ്യാണ്, നമ്മുടെ ആക്ടിവിറ്റി ഏരിയയുടെ കഥകിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അത് തിരിച്ചെടുത്ത് കൊടുക്കുകയാണ്. അനിമോള് ഒന്നും മിണ്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അനിമോള് ചമ്മിപ്പോയി. ഇത് അനിമോളിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് തന്നെയാണ്. ഇതിന് ശേഷം ഇവിടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അനിമോളിന്റെ കൂടെ തിരിച്ചു കിട്ടുന്ന ആ ടൈമിലാണ് എപ്പിസോഡ് തീരുന്നത്. രാത്രി പിടിയും വരി അനിമോളും അക്ബറും തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. ഇതിനിടയ്ക്ക് നെവിനും അനിമോളും അത് പറയാൻ പറഞ്ഞു. നെവിനാണെങ്കിൽ അനിമോളുടെ അടുത്ത് ചെന്ന് പറയാണ് കർമ്മ എന്ന് പറഞ്ഞ കാര്യമുണ്ട്, അതാണ് എനിക്ക് കോയിൻ കിട്ടാതെന്ന് അനിമോളുടെ അടുത്ത് പറയുന്നത്. അനിമോളത് ട്രിഗർ ആയിട്ട് അനിമോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. ആൻഡ് അനിമോൾ നെവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് കോയിൻ തന്നതിന്റെ പെർഫോമൻസ് അനുസരിച്ചാണ് എന്നാണൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നത്. നെവിൻ പോയിട്ട് വാഷ്റൂമിന്റെ അവിടെ പോയിരുന്നിട്ട് അനിമോളെ നിന്ന് ചീത്ത വിളിക്കുന്നുണ്ട്. ആരെയും അക്ബറിന്റെ മുമ്പിൽ കിടന്ന് അനിമോളെ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നെവിനാണെങ്കിൽ അനിമോൾ, അതായത് നെവിൻ പൊട്ടിയത് എന്താന്ന് വെച്ചാൽ അനിമോള് നെവിനെ നോമിനേറ്റ് ചെയ്തത് പോലെയാണ് പൊട്ടിയത്. അതായത് ബിഗ് ബോസിനെ കളി ഏറ്റിട്ടുണ്ട്. അതായത് ഓപ്പൺ നോമിനേഷൻ അല്ലേ, എല്ലാവർക്കും പൊട്ടും. അപ്പൊ ബിഗ് ബോസിനെ കളി ഏറ്റിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാണ്, അവിടെ നെവിനാണെങ്കിൽ ഇവിടെ കിടന്ന് അനിമോളെ ചീത്ത പറയുന്നുണ്ട് അവിടെ നിന്ന് വാഷ്റൂമിൽ നിന്നിട്ട്. അങ്ങനെ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് നല്ല ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ആര്യനും നൂറ ഇവരൊക്കെ വെച്ച് നല്ല ഫണ്ണി ആയിട്ടുള്ള, അനിമോളൊക്കെ വെച്ച് നല്ല ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ഇങ്ങനെ എൻഡ്യൂറൻസ് ടാസ്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അല്ലല്ലോ, അത് ഒരു കണ്ടിന്യൂസ്ലി പോകണം. പക്ഷെ ഈ തമിഴിൽ കൊടുത്തതുപോലെ
ഇവര് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക് കൊടുത്താൽ മതിയായിരുന്നു എന്ന് ഫീൽ ചെയ്തു. എനിവേ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ തമിഴ് ഇടയ്ക്ക് കാണുന്നവരുണ്ടോ എന്ന് എനിക്കല്ല. തമിഴും ഇന്നലെ ഫസ്റ്റ് ഡേ തന്നെ അവിടെ അടി ഉണ്ടായിട്ടുണ്ട് തമിഴിൽ തന്നെ. വെള്ളം കൂടി മുട്ടിക്കാതെ വെള്ളത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവർക്ക് കിട്ടിയ ഈ ടാസ്ക്. സൂപ്പർ ഡ്യൂവിലെ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ സീസൺ 7 ഇല്ലേ, സീസൺ 6 ഇല്ലേ, ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇല്ലേ, സീസൺ 6 സെയിം പതിപ്പ് തന്നെയാണ് സീസൺ 7. അതായത് അവിടെ 4 ആണെങ്കിൽ ഇവിടെ 2 റൂമുകൾ, ഒന്ന് നോർമൽ BB റൂമും ഒന്ന് ഡ്യൂലെക്സ് സൂപ്പർ ഡ്യൂലെക്സ് റൂമും. അപ്പൊ അവർക്ക് സ്പെഷ്യൽ പവർ ഉണ്ട്. അവർ 50% നോമിനേഷൻ ഫ്രീ ഉണ്ട്. അതായത് അവിടെ 7 പേരുള്ളതിൽ 4 പേർക്ക് മാത്രമേ 3 പേർക്ക് മാത്രമേ നോമിനേഷൻ ഫ്രീ കിട്ടുള്ളൂ. അങ്ങനത്തെ ഒക്കെ പവറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് എന്താണ് ആ ഒരു ടൈപ്പ് ആയിരുന്നു. പവർ റൂം കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ടൈപ്പാണ്. അത് മിക്കവാറും 50 ദിവസം കഴിയുമ്പോഴത്തേക്ക് പവർ റൂം എടുത്തെങ്കിൽ കളയുമായിരിക്കും. പിന്നെ അവിടെ ചില അല്ലറത്തിന്റെ കശവിശയൊക്കെ ഉണ്ടായിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട്. ഓരോരുത്തർ ഈ മറ്റേ വാട്ടർമെലൻ സ്റ്റാർ ഒക്കെ വന്നിട്ട് അവിടെ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. നോക്കാം എങ്ങനെ പോകുന്നു, ഗെയിം എങ്ങനെ പോകുന്നു. ഇതിന്റെ ഈ ഒരാഴ്ചത്തെ എങ്ങനെ ഇവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടോ നമുക്ക് അതൊരു വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് സൺഡേ രവിച്ചായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വ്ളോഗ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ മലയാളത്തിന്റെ റിവ്യൂ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.